ഇന്നത്തെ വർക്കിലേ എനിക്കൊരു പൊട്ടത്തരം പറ്റി. ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ഒരു കംപ്ലൈൻറ്റ് ഇതിനില്ലയെന്ന് വിചാരിച്ച് കോയിലൊക്കെ ഇട്ട് പുതിയ പേപ്പറൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി. ലാസ്റ്റ് കോയിൽ ചെക്ക് ചെയ്യണ സമയത്ത് കോയിൽ ഉള്ളിൽ ടച്ച് ആവണം. അപ്പോൾ അതെന്താന്ന് നോക്കിയപ്പോൾ ഞാൻ സ്പീക്കറൊന്ന് മറിച്ച് നോക്കട്ടെ, കാണിച്ചു തരാം. മാഗ്നറ്റ് അടന്നുണ്ട്. നല്ല റെസ്റ്റുമാണ്. കാരണം ഈ ബീഡിങ് ഇവിടെ അങ്ങനെ കറക്റ്റ് ഉണ്ടായതുകൊണ്ടേ, കാരണം അത് വർക്കിംഗ് ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് പേപ്പർ പൊളിച്ച് നോക്കിയപ്പോൾ കോയിൽ ഈ ഇരുന്നിട്ടാ തോന്നുന്നുണ്ട് ഫംഗസ് ആയിട്ടുള്ളൊരു പ്രശ്നം. ഇതിൽ പഴയ കോയിൽ കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പേപ്പറും ലൂസായിരുന്നു, സ്പൈഡറൊക്കെ ലൂസായിരുന്നു. അങ്ങനെ മാറ്റിയതാ. ഇപ്പോൾ മാറ്റി നോക്കിയപ്പോൾ കണ്ടോ 8ൻ്റെ പണിയായി. ഇനിയിപ്പോൾ ഈ കോയിലും പൊളിച്ച് കളഞ്ഞ് പേപ്പറും പൊളിച്ച് കളഞ്ഞത് ഇനിയിപ്പോൾ മൊത്തം ഇതാക്കിയിട്ട് വേണം ഒന്നുകൂടി തിരിച്ചു നോക്കട്ടെ. ഇതിങ്ങനെ അടന്നു കഴിഞ്ഞാലേ പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അതിന് മുന്നേ വിടിയിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ആടിക്കളിക്കും. അത് ശ്രദ്ധയപ്പെട്ടില്ല ഈ ബീഡിങ് ഉണ്ടായതുകൊണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ബീഡിങ് ഉള്ളത് ഇങ്ങനെ അടരലില്ല. എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഇരട്ടപ്പണിയായി. ഇനിയിപ്പോൾ ഇത് സംഭവം ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ആഡിക്സിൻ്റെ ക്ലാസ് ഡി ആകുമ്പോൾ വെച്ചിട്ടേ എൻ്റെ ബോക്സിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് ഞാനിത് പേപ്പർ ഇട്ട് ഒക്കെ കഴിഞ്ഞ് ഒന്നുകൂടി തിരിച്ചു നോക്കട്ടെ. ചെക്ക് ചെയ്യണ സമയത്ത് കണ്ടോ കോയിൽ വൺ സൈഡ് ടച്ചായിപ്പോയി. ഇപ്പോൾ ഈ പേപ്പർ വേസ്റ്റ്, കോയിൽ വേസ്റ്റ്, ഇനി ഇതൊക്കെ ഒന്നും കൂടി പറിച്ചിട്ട് എന്താക്കണോ, ആ മാഗ്നറ്റ് രണ്ടാം വട്ടം ഒട്ടിച്ചിട്ട്, അതും ഈ 2.5 ഇഞ്ച് കോയിൽ ഒട്ടിക്കൽ കുറച്ച് ടാസ്ക്കാണ്. PVC പൈപ്പൊക്കെ വരച്ചുണ്ടാക്കിയിട്ടേ അതിന് കുഴപ്പമില്ല. പാർട്ടിനെ വിളിച്ച് കാര്യം പറഞ്ഞ് പാർട്ടി പറഞ്ഞ് എങ്ങനെയായാലും റെഡി ആയിക്കോളി എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം.